ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുസ്മരണ. ഒരിക്കൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു പുതിയ അന്തേവാസി വന്നു ചേർന്നു. ആശ്രമത്തിൽ ഉള്ളവർ അയാളുടെ പേര് ചോദിച്ചപ്പോൾ ചാരി എന്നാണ് തൻ്റെ പേരെന്ന് അയാൾ പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗുരുദേവൻ വർക്കലയിൽ നിന്നും അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേർന്നു. ഉടനെ ആ പുതിയ അന്തേവാസി ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന മന്ദിരത്തിൽ ചെന്ന് ഗുരുവിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് നിശബ്ദനായി ഒരറ്റത്ത് മാറി നിന്നു. അപ്പോൾ ഗുരുസന്നിധിയിൽ നിൽക്കുകയായിരുന്ന സത്യവ്രത സ്വാമികൾ ഇത് പുതിയതായി വന്നു ചേർന്ന ഒരു അന്തേവാസിയാണെന്ന് ഗുരുദേവനെ അറിയിച്ചു. ഗുരുദേവൻ: പേരെന്താണ്? അന്തേവാസി: ചാരി. ഗുരുദേവൻ: കൊള്ളാമല്ലോ, മുന്നിൽ ബ്രഹ്മം ചേർത്താൽ ബ്രഹ്മചാരിയായല്ലോ. അന്ന് മുതൽ ആശ്രമത്തിൽ ഉള്ളവരെല്ലാം അയാളെ ബ്രഹ്മചാരി എന്ന് വിളിച്ചു പോന്നു. പശുക്കളെ മേയ്ക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഊട്ടുപുരയിൽ സഹായിക്കുന്നതിലും അയാൾ നല്ല സാമർഥ്യമുള്ളവനായിരുന്നു. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞുപോയി. ആ ഇടയ്ക്ക് ആശ്രമത്തിലെ ഒരു വലിയ പിച്ചളപാത്രം കാണാതെയായി. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ആ പാത്രം കണ്ടുകിട്ടുകയുണ്ടായില്ല. അതോടെ ആ പാത്രം ആരോ മോഷ്ടിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ വിവരം ഗുരുദേവനും അറിഞ്ഞു. ഗുരുദേവന്റെ മുതൽ കാണാതെ ആയതിൽ ഗുരുദേവ ഭക്തർക്ക് വളരെ പ്രയാസമുണ്ടായി. അതിനാൽ അവർ ആ പാത്രം കണ്ടെത്തുവാൻ രഹസ്യമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. 2-3 ആഴ്ച കടന്നുപോയി. ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം ഗുരുദേവൻ ആശ്രമ മുറ്റത്തുള്ള ഒരു മാവിൻ ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. സംസ്കൃത സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ അപ്പോൾ ഗുരുവിന് മുന്നിൽ വന്ന് ചില സംശയങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വേളയിൽ സമീപവാസിയായ ഒരാൾ ധൃതിപ്പെട്ട് അവിടേക്ക് ഓടിക്കിതച്ചെത്തി. അയാളുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ആശ്രമത്തിൽ നിന്നും നേരത്തെ കാണാതെ പോയ ആ പിച്ചളപാത്രവും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ അവനോട് ചോദിച്ചു: നിനക്കിത് എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു: ഞാൻ ഇത് 1 രൂപ കൊടുത്തു വാങ്ങിയതാണ് സ്വാമി. ഗുരുദേവൻ: ഓ, അങ്ങനെയാണോ? ആരാണ് നിനക്കിത് വിലയ്ക്ക് തന്നത്? ആ നിൽക്കുന്ന ആളാണ് എന്ന് കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നടക്കുന്ന സംഭാഷണം ഒന്നും ശ്രദ്ധിക്കാത്ത നിലയിൽ കുറച്ചകലെ നിൽക്കുകയായിരുന്ന ഒരു ബ്രഹ്മചാരിയെ കൈ ചൂണ്ടി കാണിച്ചു. ഗുരുദേവൻ ഉടനെ ആശ്രമത്തിൽ നിന്ന് 1 രൂപ എടുത്ത് ആ പയ്യന് കൊടുക്കാൻ ആജ്ഞാപിച്ചു. പയ്യൻ രൂപയും വാങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഗുരു ആ ബ്രഹ്മചാരിയെ ഗുരുസന്നിധിയിലേക്ക് വിളിപ്പിച്ചു. ഒരു ജാള്യതയോട് അടുത്തു വന്നു നിന്ന ആ ബ്രഹ്മചാരിയെ നോക്കി ഗുരുദേവൻ കൽപ്പിച്ചു: ബ്രഹ്മം നിൽക്കട്ടെ, ചാരി പൊക്കോട്ടെ. എന്നിട്ട് 1 രൂപ എടുത്തു പയ്യന് കൊടുത്ത് സന്യാസി ശിഷ്യനോടായി പറഞ്ഞു: 1 രൂപ ചാരിക്കും കൊടുത്തേക്കൂ. ആ 1 രൂപയും വാങ്ങി അന്നത്തെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ ശേഷം ചാരി ആശ്രമം വിട്ടുപോയി. ഓം അഖണ്ഡവസ്തുജ്ഞായ നമഃ.